എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൽ കച്ചോറി. കുറച്ച് ഉഴുന്നുപരിപ്പ് വെള്ളത്തിലിട്ട് വെക്കുക 2 മണിക്കൂർ. കുതിർത്ത് വന്നതിന് ശേഷം കഴുകിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക നല്ല രീതിയിൽ. കച്ചോരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ മാവാണ് എടുക്കുന്നത്. 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നല്ല തിളച്ച നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടുള്ള നെയ്യ് വേണം. സ്പൂൺ കൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊരു ഒട്ടൽ വേണം. ആ രീതിയിലായതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കുഴച്ചു കൊടുക്കുക. നമ്മൾ പൂരിക്കൊക്കെ കുഴക്കണ രീതിയിൽ നല്ല രീതിയിൽ കുഴച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ രീതിയിലാണ് ആവേണ്ടത്. അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂരിക്ക് കുഴയ്ക്കുന്ന പോലെ ഓവർ വെള്ളം ആവാൻ പാടില്ല. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുണ്ട് നമ്മുടെ അടിപൊളി നമ്മുടെ കുഴച്ച് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം കേട്ടോ. നമ്മൾ നെയ്യാണ് എടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂണ് പെരുംജീരകം, 1 ടീസ്പൂണ് ചെറിയ ജീരകം. ഇതൊന്ന് നന്നായിട്ടൊന്ന് നെയ്യിലൊന്ന് നല്ല രീതിയിലൊന്ന് മൂത്ത് വരട്ടെ. അതിന് ശേഷം കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. നിങ്ങൾ ഇഞ്ചിയുടെ ഉണക്കി പൊടിച്ച പൗഡർ ഉണ്ട് പറഞ്ഞാൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ 1 ഗ്ലാസ് കടലമാവ്. ഇതാണ് മെയിൻ കേട്ടോ. ഇത് ഈ നന്നായിട്ട് ഈ നെയ്യിലും ഈ മുളക് പൊടിയിലും ഇതിലൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ച് കളറൊന്ന് മാറിക്കിടണം. ആ പച്ച ചോയൊക്കെ ഒന്ന് മാറിക്കിടണേ. അതിന് ശേഷമാണ് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാനുള്ളത്. നല്ല രീതിയിലായിട്ടുണ്ട്. ഇതാണ്ടില്ലേ കളറൊക്കെ നല്ല രീതിയിൽ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ മാവിലേക്കുള്ള ഉപ്പ് മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പരിപ്പ്, അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് ഓവർ അരിയണമെന്നില്ല, ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി കേട്ടോ. അതിനെ ഇതിലിട്ടിട്ട് ആ പച്ചച്ചോയൊക്കെ ഒന്ന് മാറുന്നവരെ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. ഓക്കെ, നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മാവ് നല്ല രീതിയിൽ മയം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ നല്ല ഹാർഡായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒരു ബോൾ പിടിച്ചിട്ട് വീഡിയോ കാണുന്ന പോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ അങ്ങോട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ ഒരു സ്പൂൺ കൊണ്ട് നമ്മുടെ നേരത്തെ ഉള്ള ഡാല് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ് അതിലോട്ട് വെക്കുക. എന്നിട്ട് ഒന്നുകൂടെ ബോൾ പോലെ പിടിച്ചിട്ട് അതിനെ തിരിച്ച് ഒന്ന് പരത്തി ഇതാണ്ടോ വീഡിയോ കാണുന്ന പോലെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഷേപ്പൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ കാരണം കാര്യമായിട്ട് ഷേപ്പൊന്നും വന്നിട്ടില്ല. ഓക്കെ, ആലു പൊറോട്ടയ്ക്കൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ നല്ല രീതിയിൽ ഉള്ളിൽ നമ്മൾ ആലു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് പരത്തി വയ്ക്കത്തില്ലേ അതുപോലെ. പക്ഷേ ഈ പരത്തുമ്പോൾ ചെറിയ രീതിയിലൊരു പൂരിയുടെ വലിപ്പം മതിയെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫില്ലിങ്സൊക്കെ കഴിഞ്ഞ് പരത്തി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് ഈ ബോൾ പിടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാമറയുടെ പൊസിഷൻ മാറിയത് കാരണം കറക്റ്റായിട്ട് കിട്ടിയില്ല. അതിന് ശേഷം നല്ല രീതിയിൽ എണ്ണ അങ്ങോട്ട് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് പൂരി പൊള്ളിച്ചെടുക്കണ പോലെ പൊള്ളിച്ചങ്ങോട്ട് എടുക്കുക. അപ്പം നമ്മൾ വേറെ സോഡാക്കാരോ കാര്യങ്ങളൊന്നും ഇടാത്ത കാരണം നല്ല അത്രത്തോളം പൊങ്ങി വന്നില്ല. എന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് തോന്നുന്നു. എന്തായാലും സംഭവം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതുണ്ടല്ലേ അടിപൊളിയായിട്ട്. ഒന്ന് ചെറുതായിട്ടൊരു കളറൊക്കെ ഇതായില്ല. രണ്ടാമത് ഇട്ടപ്പോഴേക്കും നല്ല രീതിയിലായി. അപ്പോൾ സംഭവം കിടുവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി സാധനമാണ്. മൈദയാണ് എന്നാലും കുഴപ്പമില്ല. ഒരു വെറൈറ്റി ടേസ്റ്റ് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. സംഭവം ഫില്ലിങ്സൊക്കെ ആയിട്ടേ കിട്ടുമായിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഇതിന് കൂടെ പ്രത്യേകിച്ച് കടലക്കറി എന്തെങ്കിലും ഒക്കെ ഉണ്ട് പറഞ്ഞാൽ കഴിക്കാം, അല്ലെങ്കിൽ വെറുതെയും കഴിക്കാൻ പറ്റുന്നുണ്ടാവും. വെറുതെയാണ് നമ്മൾ കഴിച്ചത്. ഇതുണ്ടോ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ഡാലും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ ബൈ ബൈ. വീണ്ടും വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.